കേൾക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോഴേ അവിടെ എല്ലാവരും വരാറുണ്ട്, കലാകാരന്മാർക്ക്. എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് മഹത്തരമായ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് കലാകാരന്മാർക്ക് മാത്രമേ ഉള്ളൂ. അവരിലൂടെ മാത്രമേ ഒരു ഉണർവുണ്ടാകുള്ളൂ. നിങ്ങളെല്ലാവരും തന്നെ കലാകാരന്മാരാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. ഇതിൽ കണ്ടതൊക്കെ തന്നെ ജീവിതമാണ്, ഒന്നും അഭിനയമില്ല. എനിക്കിട്ടറിയില്ല അഭിനയിക്കാൻ. ഈ സംസാരിക്കുന്നത് പോലെയാണ് അവിടെ ചെയ്തത്. എനിക്ക് ഇത്രയും പറയാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയതിൽ പറഞ്ഞങ്ങ് പോകും. വേണോ? ബോറടിക്കൂല്ലേ നിങ്ങൾക്ക്? ഇല്ല, ഇഷ്ടമാണ്. നിങ്ങൾ പോരെ ക്ഷേത്രത്തിലേക്ക്. ഇത്രയും മതി മക്കളെ. ഇനി എന്താ പറയാനുള്ളത്? പിന്നെ അഭിലാഷും കറുത്ത കരിമണിമാല അറ്റത്തൊരു കുരിശ്. ഇനി വന്നേ. അതല്ല, ഇപ്പുറത്തേക്കുന്ന ആള്. ഇതെന്തിനാന്നറിയോ? ഇവർ രണ്ടുപേരും വീട്ടിലൊക്കെ വന്നിട്ട് ക്ഷേത്രത്തിലൊക്കെ വന്നു. വേറൊരാളും ഉണ്ട്. എവിടെയോ എൻ്റെ പൊന്നും കൂടെ ഒന്നും ആയതൊക്കെ ചക്കരയുമ്മ. നിങ്ങൾക്കൊക്കെ ഞാൻ പിന്നെ തരാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി അതിനെ സമയം കാണത്തുള്ളൂ. അപ്പോൾ ഇവര് ഈ 3 പേരോടും എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്ന് അരി കഴുകാനും പയറ് കഴുകാനും എന്നോടൊപ്പം തന്നെ ജോലി ആയിരുന്നില്ല അത്. നമ്മളെല്ലാവരും കൂടെ കൂടി ആഹാരമൊക്കെ പാകം ചെയ്ത് അവിടെ ഇരുന്ന് കഴിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഒത്തിരി ഇഷ്ടം, ഒത്തിരി സന്തോഷം. അഭിലാഷ് വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതിലൊന്നും കളയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണോ നമ്മൾ മോശപ്പെട്ടത് എന്ന് കരുതി കളയുന്നത് എന്താണോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒന്നും തന്നെ മോശമല്ല, എല്ലാം ഇമ്പോർട്ടൻ്റാണ്. കിടക്കട്ടെ, ഒന്നും കളയേണ്ടതില്ല. കാരണം എന്തിനെയാണോ നമ്മൾ കളയുന്നത് അത് നമ്മുടെ ആത്മാവിനെ കളയും പോലെയാ. അപ്പോൾ ഇത്രയും കിടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ? അഭിലാഷ് എന്തൊക്കെയാണോ ഇതിൽ ചേർത്ത് വെച്ചേക്കുന്നത് അതങ്ങനെ തന്നെ കിടക്കട്ടെ. മതി മക്കളെ. ഇനി ഇങ്ങനെ നീണ്ടങ്ങ് പോകും. ലാസ്റ്റ് നിങ്ങൾക്ക് ഉറക്കവും വരും. എന്തുമോനെ? ചെയ്യാറുണ്ട്, നൃത്തമൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ പോട്ടെ. അഭിലാഷിന്റെ സിനിമ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി. പറഞ്ഞോളൂ. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തുറന്നു പറയണം. പിന്നെ ഇവിടുന്ന് വെളിയിൽ പോയി ചെന്നിട്ട് കൊള്ളൂല എന്നിങ്ങനെ പറയരുത്. ഞാൻ ലൈവ് വന്ന് കയറി വിളിക്കും. ഇഷ്ടമായോ? കാരണം എൻ്റേതായിട്ടുള്ള രീതിയല്ല ഇവിടെ പകർത്തിയത്. നിങ്ങൾക്കെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ? അപ്പോഴേ എൻ്റേതായിട്ടുള്ള സ്വതസിദ്ധമായ രീതികളാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ എത്രയോ സിനിമകളുണ്ട്. അപ്പോൾ
അപ്പോൾ ഇവിടോട്ട് വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാലേ നിവൃത്തിയുള്ളൂ, അല്ലാതെ ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശരി, നന്ദി, നമസ്കാരം.